ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പാർവതിക്ക് നൊന്താലേ വിശാൽ എന്താണെങ്കിലും വെറുതെ ഇരിക്കില്ല, പ്രഭാവതി ഒന്ന് കരുതിയിരുന്നോ എന്ന് രാധിക പറയുന്നു. അതെ അതെ അമ്മ, വിശാൽ ബ്രോയോട് പറയാൻ വേണ്ടി എന്തെങ്കിലും നുണയും കണ്ടുവെച്ചോളാൻ ഗാർഗി പറയുന്നു. ജാസ്മിനെ നീയും കൂടി ഒന്ന് കരുതിയിരുന്നോളാൻ പറഞ്ഞ് ഗാർഗി രാധികയുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും ജാസ്മിനും. പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ്. പല്ലവി പറയുകയാണ്, വിപിൻ സാറ് പറഞ്ഞത് ചേച്ചി എന്തോ വലിയ പൂജയ്ക്ക് പോയിരിക്കുകയാണെന്നാ. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന എന്ത് പൂജയാ ഉള്ളത്? നീ ആ ഫോണൊന്ന് തന്നേ, ഞാനൊന്ന് വിപിൻ സാറിനെ വിളിക്കട്ടെ എന്ന് പല്ലവി പറയുമ്പോൾ, നീ ചാർജ് ചെയ്ത പൈസയൊക്കെ തീർന്നെന്നും ഇനി വേണമെങ്കിൽ റീചാർജ് ചെയ്യണമെന്നും പല്ലവിയോട് കൂട്ടുകാരി പറയുകയാണ്. ഞാൻ അമ്മയുടെ കുടുക്കയിൽ നിന്നും പൈസ നിനക്ക് കൊണ്ടുതരാം, നീ ആ ഫോണൊന്ന് താ. എന്തൊക്കെയോ അറിഞ്ഞതുപോലെ സംസാരിക്കാം, അപ്പോൾ എന്താണെങ്കിലും വിപിൻ സാറ് സത്യം പറഞ്ഞോളും. അങ്ങനെ താനെല്ലാം അറിഞ്ഞ രീതിയിൽ പല്ലവി വിപിനെ വിളിക്കുമ്പോൾ വിപിൻ സത്യങ്ങളെല്ലാം പല്ലവിയോട് പറയുന്നു. പാർവതിയും ജാസ്മിനും കൂടി ഒന്നുടക്കി. പാർവതി പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുകയാണ്, ഒറ്റയ്ക്കല്ല വിശാലേട്ടനുമുണ്ട് കൂടെ. പിന്നെ പല്ലവി ഈ കാര്യം മുത്തശ്ശനോടൊന്നും പറയാൻ നിൽക്കണ്ട. തുടർന്ന് പല്ലവി തന്റെ കൂട്ടുകാരിയോട് പറയുകയാണ്, നീ മാല കെട്ടി തീരുമ്പോഴേക്കും ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. നേരത്തെ കൊണ്ടുവന്ന പ്രതിയുടെ കേസൊക്കെ നോക്കിയിട്ട് SP പറയുകയാണ്, ഇയാൾക്ക് ജാമ്യമില്ലാത്ത കേസാണ്, നേരെ കോടതിയിലേക്ക് കൊണ്ടുപോയിക്കോ. പിന്നെ സെല്ലിൽ കിടക്കുന്ന മറ്റു 3 പേർ കൂടി കൊണ്ടുപോയിക്കൊള്ളാനും DYSP പറയുകയാണ്. സാറേ പ്ലീസ് സാർ, എന്നെ വിട്ടയക്കണമെന്നൊക്കെ ആ പ്രതി പറയുന്നു. അതേസമയം ആ ലേഡി കോൺസ്റ്റബിൾ ചെന്ന് പാറുവിനെ സെല്ല് തുറന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. അതേസമയം വിശാൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ ദയവ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോകരുതേ സാറേ എന്നൊക്കെ പറഞ്ഞ് ആ പ്രതി DYSPയോട് കേണപേക്ഷിക്കുകയാണ്. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നീ അത് കോടതിയിൽ പറഞ്ഞാൽ മതിയെന്ന് SP പറയുമ്പോൾ, പെട്ടെന്ന് തന്നെ ടേബിളിന്റെ പുറത്തിരുന്ന SPയുടെ റിവോൾവർ എടുത്ത് തന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് ആ പ്രതി. ഈ കാഴ്ച കണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുന്നു. അതേസമയം വിശാൽ സ്റ്റേഷന്റെ അകത്തേക്ക് കയറി വരികയാണ്. പെട്ടെന്ന് തന്നെ അയാൾ വിശാലിന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്നാ ഇയാളെ ഞാൻ കൊല്ലുമെന്ന് ആ പ്രതി പറയുകയാണ്. പെട്ടെന്ന് തന്നെ മാറടാ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടി വരികയാണ് പാറു. അതിനുശേഷം ആ പ്രതിയെ തള്ളി മാറ്റുന്നു. പെട്ടെന്ന് തന്നെ വിശാല് ആ പ്രതിയുടെ കയ്യിൽ നിന്നും ആ റിവോൾവർ കൈക്കലാക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ കോൺസ്റ്റബിൾമാരെല്ലാവരും കൂടി ചേർന്ന് ആ പ്രതിയെ കൈവിലങ്ങ് അണിയിക്കുന്നു. തുടർന്ന് പാറു പറയുകയാണ്, ഞാൻ ഇവരോടെല്ലാം പറഞ്ഞതാ, വിശാൽ സാറ് ഈ സ്റ്റേഷനിൽ വന്ന അപകടം ഉണ്ടാകുമെന്ന്. ആരും ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഉദയനൂരമ്മ കാത്തു, വിശാൽ സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ആ ലേഡി കോൺസ്റ്റബിൾ വന്ന് പാറുവിനെ പിടിച്ച് സെല്ലിൽ അടയ്ക്കുകയാണ്. തുടർന്ന് വിശാൽ പറയുകയാണ്, സാർ, ഞാൻ വിശാൽ ഗോപിനാഥ്. നിങ്ങൾ ഹോസ്പിറ്റലിലല്ലായിരുന്നോ? ഡിസ്ചാർജ് ആയതാണോ അതോ ചാടിപ്പോന്നതോ? ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയെന്നറിഞ്ഞ ഏതെങ്കിലും ഭർത്താവിന് സമാധാനത്തോടെ ഹോസ്പിറ്റലിൽ കിടക്കാനാകുമോ സാറേ? പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്കെങ്ങനെ പറയാനാകുമെന്ന് DYSP ചോദിക്കുന്നു. എനിക്ക് പറയാനാകും സാർ. എങ്ങനെയെന്ന് DYSP ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ആ പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്തത് ഞാനാണ് സാർ. ഇത് കേൾക്കുന്ന പാറു അടക്കം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പ്രതാപൻ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ്, ഗാർഗി ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തതാ ചേച്ചി. വിശാലിന്റെ ജീവൻ എന്തെങ്കിലും പറ്റിയാലും അവൾക്ക് കുഴപ്പമില്ല, പാർവതിയെ രക്ഷിക്കണം, അത് മാത്രമാണ് അവളുടെ മനസ്സിലുള്ളത്. സാധാരണ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാലേ ഭർത്താവിന്റെ ഭാഗത്താ നിൽക്കുക. പക്ഷേ ഇവളുണ്ടല്ലോ, ഇവള് നേരെ തിരിച്ചാണ്. ചാൻസ് കിട്ടുമ്പോഴൊക്കെ വിനയുടെ നെഞ്ചത്ത് കയറാനാ ഇവൾക്കിഷ്ടം. അമ്മായിയമ്മയെ പുല്ലുവില, എന്നെയോ അത്ര വില പോലുമില്ല. എല്ലാവരെയും എതിർത്തുകൊണ്ട് ആ അടുക്കളക്കാരിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവൾക്ക് എന്താ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഗാർഗി വരികയാണ്. എന്റെ അങ്കിളെ, ഇതൊന്നും ആലോചിച്ച് അങ്കിള് തല പുകയ്ക്കണ്ട. എന്റെ ഭർത്താവിനെയും അമ്മായിയമ്മയും എതിർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു സന്തോഷവും കിട്ടുന്നില്ല. എതിർക്കേണ്ടി വന്നതില് എനിക്ക് നല്ല വിഷമവുമുണ്ട്. പക്ഷേ എന്തിനാ നീ എതിർക്കുന്നതെന്ന് ചോദിച്ചാ, ആരെങ്കിലും ചെറ്റത്തരം കാണിക്കുന്നത് കണ്ടാലേ എനിക്ക് എന്നെ തന്നെ പിടിച്ചാ കിട്ടില്ല, അത്ര തന്നെ. നിർത്തടി, നീ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ചെറ്റകളാണെന്നല്ലേ? ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, അങ്ങനെ അമ്മയ്ക്ക് തോന്നിയെങ്കിൽ അതെന്റെ തെറ്റല്ല. ഇതിനൊക്കെ നിന്നെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കുന്നുണ്ടെന്ന് പ്രഭാവതി പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ആയിക്കോട്ടെ, ആ പാവത്തിനെ സഹായിക്കേണ്ടി വന്നതിന് എന്തൊക്കെ ഉപദ്രവം വന്നാലും ഞാൻ അതൊക്കെ നേരിട്ടോളാം. പിന്നെ ഇത്രയുമൊക്കെ പറയിപ്പിച്ച സ്ഥിതിക്ക് ഞാനൊരു ചെറിയ അഡ്വൈസ് അങ്ങ് തരാം. പാർവതിയെ കൊണ്ട് വിശാൽ ബ്രോ ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് വരാം. അവയോട് എന്ത് സമാധാനം പറയുമെന്ന് വേണം നിങ്ങൾ 3 പേരും ഇപ്പോ ആലോചിക്കാൻ. തുടർന്ന് ഗാർഗി ജാസ്മിനോട് പറയുകയാണ്, നിനക്ക് ജീവൻ വേണമെങ്കിലേ നീ അവര് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. എന്നിട്ട് ഏതെങ്കിലും വാടക കൊലയാളിയോ പോക്കറ്റടിക്കാരനെയോ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കി. ഒരു സ്റ്റാൻഡേർഡിന് അങ്ങനെയുള്ളവരെയൊക്കെ കിട്ടൂ. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ഞാൻ ആരെ കെട്ടണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, എടി വിവരം കെട്ടവളെ, നീ ആഗ്രഹിക്കുന്ന ആള് നിനക്ക് കിട്ടില്ലെന്നാടി ഞാൻ പറഞ്ഞു വരുന്നത്. പുളിങ്കൊമ്പിൽ പിടിക്കാനേ ആഗ്രഹം മാത്രം പോരാ, യോഗവും വേണം. എടി, വിശാല പാർവതിയെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ധൈര്യത്തിലല്ലേ നീ ഇതൊക്കെ പറയുന്നത്? ഷോപ്പിങ്ങിന് പോയ ഭാര്യയെ വിളിച്ചു കൊണ്ടുവരാനല്ല വിശാൽ പോയിരിക്കുന്നത്.
കൊലപാതക ശ്രമത്തിന് തെളിവടക്കം പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പ്രതിയാണ് പാർവതി. കുറഞ്ഞത് 6 വർഷമെങ്കിലും കഴിയാതെ അവൾ വരാനേ പോകുന്നില്ലെന്ന് ജാസ്മിൻ പറയുമ്പോൾ ഗാർഗി പറയുകയാണ്. അപ്പോ വിശാൽ ബ്രോ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ എങ്ങാനും വന്നാൽ നിന്നെയും നിന്റെ ചേട്ടനെയും കൊന്നിട്ട് വിശാൽ ബ്രോയും അകത്തു പോകുമെന്ന്. അമ്മ എന്ന് വിളിച്ചു പോയതുകൊണ്ട് വിശാൽ ബ്രോ എന്താണെങ്കിലും അമ്മയൊന്നും ചെയ്യില്ല, 4 ഡയലോഗ് മാത്രമേ പറയൂ. പക്ഷേ അങ്കിളിന്റെ കാര്യം അങ്ങനെയല്ല, ബ്രോ കൊല്ലില്ലായിരിക്കും, പക്ഷേ ചവിട്ടി തൂക്കും. കണ്ടാൽ അറിയാത്തവനെ കൊണ്ടാലേ അറിയൂ എന്ന് പറഞ്ഞ് ഗാർഗി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പാർവതി നിരപരാധിയാണെന്നും നിങ്ങൾ എന്തിനാ പാർവതി അറസ്റ്റ് ചെയ്തെന്നുമൊക്കെ വിശാല് ഡിവൈഎസ്പിയോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ കോടതി പോയി പറഞ്ഞാൽ മതി. ഇവളെന്തിനാ സാർ കോടതിയിൽ കയറുന്നത്? ഞാനാ പറയുന്നത്, ആ പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്തതേ ഞാനാണ് പ്രതി, ഞാൻ കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നു. പാർവതി ജയിലിലാകണമെങ്കിലേ വിശാല് മരിക്കണം. എന്നെ അറസ്റ്റ് ചെയ്ത് സാറ് പാർവതിയെ വിട്ടയച്ചില്ലെങ്കിൽ സാറിന്റെ മുകളിലും പോലീസുകാരുണ്ടല്ലോ. നിങ്ങളുടെ ജീവൻ എടുക്കുന്ന പൂക്കൾ നിങ്ങൾ തന്നെ വിഷം തളിച്ച് എന്തിനാ നിങ്ങളുടെ മുറിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ നിങ്ങൾ എന്ത് മറുപടി പറയും വിശാലെന്ന് ഡിവൈഎസ്പി ചോദിക്കുമ്പോൾ ഞാൻ പറയും സൂയിസൈഡ് ചെയ്യാനാണെന്ന്. സൂയിസൈഡ് ചെയ്യാൻ ആരെങ്കിലും സ്ലോ പോയിസൺ ഉപയോഗിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടാകും. വിഷം കഴിക്കാനും കെട്ടിത്തൂങ്ങാനും പുഴയിൽ ചാടാനുമൊക്കെ എനിക്ക് പേടിയാണെന്ന് ഞാൻ അങ്ങ് പറയും. എന്നെ കൊടുക്കാനുള്ള തെളിവുകളെ ഞാൻ തന്നെ ഉണ്ടാക്കും സാർ. ഇത് കേൾക്കുന്ന ഡിവൈഎസ്പി ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ വിശാൽ പറയുകയാണ്. ഞാൻ പറഞ്ഞില്ലേ സാർ, പാർവതി രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. പാർവതിയെ വിട്ടേക്ക് സാർ, എന്നിട്ട് എന്നെ ലോക്കപ്പിലിടാൻ വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ്. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. പൂക്കളിൽ വിഷം തളിച്ചത് ഞാൻ തന്നെയാണ്. ഞാനെല്ലാം സമ്മതിക്കാം സാർ, വിശാൽ സാറിന്റെ സ്വത്തിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് കുറ്റങ്ങളെല്ലാം ജാസ്മിന്റെയും അവളുടെ ചേട്ടന്റെയും തലയിലിടാൻ നോക്കിയെന്നൊക്കെ പാറു പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാൽ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.